ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡേ 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റേസിൻ്റെ സെക്കൻഡ് ഡേ ആണിന്ന്. ഇന്ന് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നേരെ ഫൈനൽസിലോട്ടാണ് നമ്മൾ പോവുക. കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ പെർഫെക്റ്റ് വർക്കൗട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. അന്ന് റേസ് ഡേൻ്റെ അന്ന് നമ്മൾ 2 കിലോമീറ്റർ ഓടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അന്നും. കാരണം നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് കുറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നേരെ റേസ് ട്രാക്കിലേക്കാണ് നമ്മൾ പോയത്. ഓൾമോസ്റ്റ് ഒരു 9:30 കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് ഡേ ലൈനപ്പ്. നമ്മൾ സ്ട്രോങ്ങസ്റ്റ് ടീമുമായിട്ടാണ് ഇന്ന് മുട്ടാൻ പോകുന്നത്. ചൈനീസ്, ഹോങ്കോങ്, തായ്ലൻഡ്, അതേപോലെ തായ്വാനൊക്കെ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കയറാൻ പറ്റിയില്ല. നമ്മൾ 6th പ്ലേസിലായി പോയി. എല്ലാവരും നല്ല സങ്കടത്തിലായിരുന്നു. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2 months ആയിട്ട് എല്ലാവരും. പക്ഷേ നമ്മൾ ഇവിടെ വരികയും നമ്മുടെ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്ത് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുക, ഇതൊക്കെയായിരുന്നു ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഇതാ ഡിസ്നി ലാൻഡിലേക്ക് ഒരു ടിക്കറ്റ്. ഓൾമോസ്റ്റ് 300-350 ദിറം വരും കേട്ടോ. ഇതാണ് ഒക്ടോപ്പസ് കാർഡ്. ഇതിവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാർഡാണ്. നമ്മുടെ ദുബായിലെ മെട്രോ കാർഡ് പോലെ തന്നെ ഒരു കാർഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്നി ലാൻഡിലേക്ക് പോവാണ്. നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ ഹോങ്കോങ്. അപ്പോൾ നമ്മുടെ ഫുൾ ടീമിന് ഇവിടെ ഇന്ന് ഫ്രീ ആക്സസ് ആണ്. നമ്മുടെ സ്പോൺസറാണ് ഇത് അറേഞ്ച് ചെയ്ത് തന്നത്. നമ്മുടെ സെയിം മെട്രോ കാർഡ് വെച്ചിട്ടും അതേപോലെ ഒക്ടോപ്പസ് കാർഡ് വെച്ചിട്ടും അതേപോലെ നമ്മൾ ഡെബിറ്റ് കാർഡൊക്കെ വെച്ച് സ്വൈപ്പ് ചെയ്ത് മെട്രോയിലേക്ക് കയറി. എനിക്ക് തോന്നുന്നു ഒരു 3 ട്രെയിൻ മാറി കയറാനുണ്ട് ഈ ഡിസ്നി ലാൻഡിൻ്റെ അവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് മെട്രോ ഒക്കെ മാറി കയറി ഡിസ്നിയിലേക്ക് പോകുന്ന അടുത്ത മെട്രോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഡിസ്നി ലാൻഡ് ടി വിയിൽ കണ്ടതല്ലാണ്ട് ഞാൻ ഇതുവരെയും എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവിടെ വരാൻ പറ്റുന്ന, ഇത് കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതിൽ കുറേ ആൾക്കാരൊക്കെ പല രാജ്യത്തും പോയി കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഡിസ്നിയിലേക്ക് പോകുന്ന സ്പെഷ്യൽ ട്രെയിൻ. കണ്ടോ ഇവിടുത്തെ ഹാൻഡിൽ, അതേപോലെ ട്രെയിനിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഡിസ്നി ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതാണ് ഡിസ്നി ലാൻഡിലേക്കുള്ള എൻട്രൻസ്. ആക്ച്വലി ഞാൻ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മോളെ നല്ലോണം മിസ് ചെയ്തു. അതേപോലെ അച്ഛനെയും മോളെയും കൂട്ടിയിട്ട് ഒരു വട്ടം കൂടി ഇവിടെ വരണം എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തു. കാരണം പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ഈ ഡിസ്നി ലാൻഡ്. അപ്പോൾ അവിടെ ഒരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്യാനും അതേപോലെ ആൾക്കാർ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ. ഇതുണ്ടോ മിക്കി മൗസിനെ വെച്ച് ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ്. പക്ഷേ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഇതിലുണ്ട്. റൈഡ്സ്, ഇതേപോലെ മിനി ഹൗസ്, മിക്കി മൗസ്, അതേപോലെ കുറേ സംഭവങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംമാതിരി ഐറ്റംസ് ഉണ്ട്. അതായത് നമുക്ക് പർച്ചേസ് ചെയ്യാനും ഫുഡ് കഴിക്കാനും. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഞാൻ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി എന്തെങ്കിലും വാങ്ങണം എന്ന് വെച്ചിട്ട് കുറേ നടന്ന് നോക്കി. ലാസ്റ്റ് കുഞ്ഞിപ്പെണ്ണിന് ഒരു ഹെഡ് ബാൻഡും അതേപോലെ കുറച്ച് ചോക്ലേറ്റ്സുമാണ് വാങ്ങിയത്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഡിസ്നി ലാൻഡിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആകട്ടെ ഇത്, ഈ ഒരു സ്ട്രക്ചർ. അവിടെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി. അതേപോലെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായി, ബബിൾസ്, അങ്ങനത്തെ കുറേ ടോയ്സ് കുട്ടികൾക്കുള്ളത്. പക്ഷേ ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി. ഇതാണ് കേട്ടോ ചോക്ലേറ്റ്. ഇത് ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ടായി. അതേപോലെ അവിടുത്തെ റൈഡ്സ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ